റോമാലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റോമാലേഖനം പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോഴേ എഴുതാൻ തുടങ്ങി. അതിന് തക്കവണ്ണമൊന്നും ഞാൻ പറഞ്ഞില്ല. 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യമാണ് ഇനിയും നമ്മൾ പഠിക്കേണ്ടത്. ഇന്നവിടെയല്ല പോകുന്നത്. പക്ഷെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു, ആ വേദഭാഗങ്ങൾ നിങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് വായിക്കണം. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് റോമാലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് റോമാലേഖനത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് പാസേജ്. അവർക്കത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ കാര്യമോ വിഷയമല്ല. അങ്ങനെയാണ് പലരും ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പലരോട് ചോദിച്ചു, വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും പോസിറ്റീവൊക്കെ ആയിട്ടാണ് എന്നോട് പറഞ്ഞത്. അതോർത്ത് സ്തോത്രം, മനസ്സിലായവർക്കായി സ്തോത്രം. എന്നാൽ ഇറ്റ്സ് വെരി ഹാർഡ്. ഞാൻ അവിടെ അല്പസമയം സ്പെൻഡ് ചെയ്തിരുന്നു പ്രിയപ്പെട്ടവരെ. ഇറ്റ് ഈസ് വെരി റിച്ച്. വേദശാസ്ത്രപരമായി വളരെ ഡീപ്പായിട്ടുള്ള ആഴമേറിയ നമ്മുടെ രക്ഷയെ സംബന്ധിച്ചും മനുഷ്യ ചരിത്രത്തെ സംബന്ധിച്ചുമുള്ള വിഷയങ്ങളാണ്. അടുത്ത ആഴ്ചയിൽ ദൈവഹിതമെങ്കിൽ നമ്മൾ അവിടെ ആയിരിക്കും ധ്യാനിക്കുന്നത്. പ്രത്യേകിച്ച് 12, 13, 14 വാക്യം. അതിൽ ബേസ് ചെയ്താണ് 5 മുതൽ ഉള്ള വാക്യങ്ങൾ. 2 വ്യക്തികളെക്കുറിച്ചാണ്. 2 persons. One is Adam, one is Jesus Christ. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 2 പേരേ ഉള്ളൂ. either you are in Adam or you are in Christ. അതാണ് വാസ്തവത്തിൽ ആ പാസേജിൻ്റെ തീം എന്ന് പറയുന്നത്. മരണത്തെക്കുറിച്ചൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ആ പാസേജിനെക്കുറിച്ച് പൗലോസ് ഉദ്ദേശിക്കുന്നത് ന്യായമായൊരു ചോദ്യമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഈ വിശ്വാസത്താലുള്ള നീതീകരണം എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ എല്ലാം അനുസരിച്ചു, ആ നീതി എല്ലാവർക്കും കണക്കിട്ടു, എങ്ങനെയാ അതൊക്കെ സാധ്യമാണോ? അതിൻ്റെ സാധ്യതയാണ് പൗലോസ് തെളിയിക്കുന്നത്. ദാറ്റ് ഈസ് പോസിബിൾ. ഇതുപോലെ തന്നെയായിരുന്നു പാപം. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാണ് എല്ലാവരും. അതിനുവേണ്ടി ആദമിലൂടെ പാപത്തെ ലോകത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതും മരണം അങ്ങനെ വന്നതും കാര്യങ്ങൾ ഞാൻ ഇനി നിർത്തുക, അല്ലേ ഞാനങ്ങ് പ്രസംഗിച്ചു പോകും. സോ അത് പല ആവർത്തി വായിക്കണം. ഇറ്റ് ഈസ് പ്രഷ്യസ്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. എനിക്ക് ഡിഫിക്കൾട്ടാണ്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാകരുതെന്നും കണ്ടല്ല വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് സോ. പെട്ടെന്ന് മനസ്സിലാകാത്ത നമ്മൾക്ക് അത് മനസ്സിലാകാൻ എഴുത്തുകാരൻ നമ്മളോട് കൂടെയുണ്ട്. ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് കൃപ ചൊരിഞ്ഞ് നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് കാര്യങ്ങൾ നമുക്ക് ബോധ്യമാക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളത് വായിക്കണമെന്നുള്ളത് ആവർത്തിച്ച് വായിക്കണം. പല ട്രാൻസ്ലേഷനിൽ വായിക്കുന്നത് നല്ലതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് രാവിലത്തെ മെസ്സേജിനായി ഞാൻ ക്ഷണിക്കുകയാണ്. അതിൻ്റെ 49-ാം വാക്യമാണ് കുറിവാക്യമായിട്ട് ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നത്. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. That is sure promise. Sure promise. വെറുതെ ഇവിടെ നിന്ന് പോകരുത്. ഇത് കർത്താവിൻ്റെ വാക്കാണ്. And he is an unchanging God. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ
എന്നും അവരോട് പറഞ്ഞു. 3 കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്തുനിന്ന് പറയാൻ പോകുന്നത്. 1, ദ പ്രോമിസ്, വാഗ്ദത്തം. 2, ദ പവർ, ശക്തി. 3, ദ പ്രിസ്ക്രിപ്ഷൻ, ആ ശക്തിക്ക് വേണ്ടി കർത്താവ് പറയുന്ന കാര്യങ്ങൾ. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള ദൈവമക്കൾക്ക് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് നന്നായി അറിയാവുന്നവരാണ്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24 ധ്യാനിക്കുന്ന സമയത്ത് അത് വാക്യം പ്രതിവാക്യമായി നമ്മൾ പോയി പഠിക്കുകയുണ്ടായി. എന്നാലും നിങ്ങളുടെ ആ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു അധ്യായമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 24. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ 12 വാക്യങ്ങളിൽ കുറേ സഹോദരിമാർ അവർ യേശുവിനെ അടക്കിയ കബറിൽ കടന്നു വരികയാണ്. പക്ഷെ ആ കബർ തുറന്നു കിടക്കുന്നതായിട്ട് അവർ കാണുന്നു. അവിടെ വെളിപ്പെട്ട ദൂതന്മാർ അവരെ ഉറപ്പിക്കുന്നു. അവർ സന്തോഷത്തോടെ പോകുന്നു. 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് കടന്നു പോവുകയാണ്. വളരെ വ്യാകുലപ്പെട്ടു പോവുകയാണ്. യേശു കർത്താവ് ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് സഹോദരിമാർക്കും ചിന്തയില്ല, ഈ എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്കും ചിന്തയില്ല. എന്നാൽ അവരെയും ബലപ്പെടുത്താൻ കർത്താവ് അവരുടെ കൂടെ നടന്ന് ദൈവവചനം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതായിട്ടും അവരുടെ കണ്ണ് തുറക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചതാണ്. 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അവിടുത്തെ ശിഷ്യന്മാരുമായിട്ട് കാണുന്നു. ശിഷ്യന്മാർക്കും യേശു ഉയർക്കുമെന്നുള്ള വിശ്വാസമില്ല. അവരെ ബലപ്പെടുത്തുന്നതായിട്ട് കാണുന്നു. അവർക്ക് ചില വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുന്നു. 4-മത്തെ കാര്യം 50 മുതൽ യേശുവിൻ്റെ സ്വർഗാരോഹണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ 4 കാര്യം പെട്ടെന്ന് പറഞ്ഞു. തുറക്കപ്പെട്ട കല്ലറ, തുറക്കപ്പെട്ട കണ്ണുകൾ, പിന്നെ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു. 4, തുറക്കപ്പെട്ട സ്വർഗം. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. നമ്മൾ ഈ വായിച്ച വാക്യത്തിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന 36 മുതലുള്ള വാക്യങ്ങളാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ശിഷ്യന്മാർ വളരെ ഭയപ്പെട്ടിരിക്കുന്ന സന്ദർഭമാണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണുമ്പോൾ വാസ്തവത്തിൽ പാട്ടുപാടി ആരാധിക്കേണ്ടതാണ്. പക്ഷെ നോക്കിയേ 37-ാം വാക്യം, അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. അതെന്താണ്? മരിച്ചവരാരെങ്കിലും ഉയർക്കുമോ? അൺബിലീവബിൾ. മാത്രമല്ല, വളരെ സെക്യൂറായിട്ട് അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു മുറിക്കകത്ത് പെട്ടെന്ന് അവിടുന്ന് പ്രത്യക്ഷനാകുക എന്ന് ഞെട്ടിപ്പോയി. 38-ാം വാക്യം, അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതെന്ത്? അപ്പോൾ നോക്കിക്കേ, ഞെട്ടി ഭയപ്പെടുന്നു, ഭൂതത്തെ കാണുന്നു തോന്നുന്നു, കലങ്ങിയ ആളുകൾ, ഹൃദയത്തിൽ സംശയം പൊങ്ങുന്ന ആളുകൾ. എന്നാൽ യേശു ചെയ്തത് 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യം കർത്താവ് ചെയ്യുന്നത് കുറെ കാര്യങ്ങൾ ഭൗതിക തലത്തിൽ പറഞ്ഞവരെ അഷ്വർ ചെയ്യുകയാണ്, അവരെ ഉറപ്പിക്കുകയാണ്. ആദ്യം കർത്താവ് അതാണ് ചെയ്യുന്നത്. ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവീൻ, എന്നെ തൊട്ടു നോക്കുവീൻ, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു കണ്ടം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അതവൻ വാങ്ങി അവർ കാണെ തിന്നു. ഇതെല്ലാം എന്തിനാ ചെയ്യുന്നത്? ടാഞ്ചിബിളാണ്.
ലുക്ക് അറ്റ് മീ, ടച്ച് മീ, ഇറ്റ്സ് മീ. അവരെ ഉറപ്പിക്കുകയാണ്. അവർക്ക് ഭൂതമാണെന്ന് തോന്നുക, അവരെ ഉറപ്പിക്കാൻ വേണ്ടി കർത്താവ് അങ്ങനെ ചെയ്യുകയാണ്. പക്ഷെ അത് മാത്രമല്ല ചെയ്യുന്നത്. 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊന്ന് രണ്ട് കാര്യം കർത്താവ് ചെയ്യുന്നു. കർത്താവ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ തെറ്റായ വേദശാസ്ത്രത്തെ തിരുത്തി യഥാർത്ഥമായി ദൈവവചനം വ്യാഖ്യാനിച്ച് വചനത്തിൽ അവരെ ഉറപ്പിക്കുകയാണ്. അതിൻ്റെ ആവശ്യകത എന്താ? ഇവരുടെ പ്രശ്നം കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു മശിയായെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ക്രൂശിതനായ ഒരു മശിയ, അങ്ങനെ ഒരു മശിയ ഉയർത്തെഴുന്നേൽക്കുമെന്നൊന്നും മശിയ വരുമെന്ന് വിശ്വസിക്കുന്ന, യേശു മശിയാണെന്ന് ഏറ്റുപറഞ്ഞ ആളുകൾക്ക് കഴിയാതിരിക്കുക. അതിൻ്റെ കാരണം ഇതാണ്, അവരുടെ വേദശാസ്ത്രത്തിൽ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മശിയ അവർ കേട്ടിട്ടില്ല. അവരുടെ സങ്കല്പങ്ങളിൽ അങ്ങനെയില്ല. അതുകൊണ്ട് അക്ഷരീകമായി കർത്താവ് അവരെ ബലപ്പെടുത്തിയ ശേഷം പഴയ നിയമത്തിലൂടെ അവിടുന്ന് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടവനാണ് എന്നവരെ പറഞ്ഞ് പഠിപ്പിച്ച് ബൈബിളിൽ ബലപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ആ വേദഭാഗങ്ങളിൽ ഉറച്ചില്ലെങ്കിൽ, കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും ക്രൂശുമരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും വേണ്ട നിലയിൽ വചനത്തിൽ അവർക്ക് ഉറപ്പില്ലെങ്കിൽ, അവർക്ക് കർത്താവ് അയക്കുന്നിടത്ത് പോയി ഈ കഷ്ടാനുഭവങ്ങളിലൂടെയും ക്രൂശുമരണത്തിലൂടെയും ലഭിച്ച ആത്മരക്ഷ, പാപമോചനത്തെക്കുറിച്ച് പ്രഘോഷിക്കാൻ കഴിയത്തില്ല. ദൈവവചനത്തിൽ ഉറക്കണം. ഈ ചർച്ചിൽ നമ്മൾ ദൈവവചനം പ്രസംഗിക്കാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മൾ ഉത്സാഹിക്കുന്നത് വചനത്തിലാണ് ഉറക്കേണ്ടത്. വചനമല്ല നമുക്ക് ആവശ്യം എന്ന് പറയുന്നവർക്ക് ബൈബിൾ അറിയത്തില്ല. അവർ മിസ്ഗൈഡഡ് ആണ്. ജീസസ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് 3 വർഷം കൊണ്ട് നടന്ന ശിഷ്യന്മാരെ, after he rose from the dead, before his ascension, again teaching the word. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന് 1 മുതൽ വായിക്കുമ്പോൾ 40 ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്ന കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പ് എന്ത് ചെയ്യായിരുന്നു? ദൈവരാജ്യം സംബന്ധിച്ച് പഠിപ്പിക്കുകയായിരുന്നു. ആധുനിക വേർപെട്ട സമൂഹം ഇപ്പോൾ ചിന്തിക്കുന്നത് അതല്ല നമ്മുടെ ആവശ്യമെന്നാണ്. യു ആർ സാഡ്ലി മിസ്റ്റേക്കൺ. യു ആർ ഓൺ ദ റോങ് ട്രാക്ക്. ഇവിടെ ഇരിക്കുന്ന ജനത്തോടും ഓൺലൈനിൽ എന്നെ ശ്രദ്ധിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, വചനം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മിസ്ഗൈഡഡ് ആണ്. യേശുവിൻ്റെ കൂടെ 3 വർഷം സ്പെൻഡ് ചെയ്തവരെ ഇനിയും പഠിപ്പിക്കണോ? അതെ, ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടില്ല. പഠിപ്പിച്ചതാ, പക്ഷെ പഠിപ്പിച്ച സമയത്ത് വേണ്ട നിലയിൽ അവർ ഗ്രഹിച്ചില്ല. ജീസസ് ഇസ് ടേക്കിംഗ് ടൈം ടു ടീച്ച് ദം. പിന്നെ അവൻ അവരോട് 44-ാം വാക്യത്തിൻ്റെ ആരംഭമാണ്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. അപ്പോൾ കർത്താവ് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവവും മരണവും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞു. ലൂക്കോസിലെ മാത്രം ഞാൻ റെഫറൻസ് ചെയ്യാം. ലൂക്കോസ് 9:22, 9:44, 17:25, 18:31 മുതൽ 33 വരെ, 22:37. ഇത് കർത്താവ് അവരോട് കൂടെ ക്രൂശുമരണത്തിന് മുൻപ് ഇരിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്ത വാക്കുകളാണ്. പക്ഷെ അവർക്കത് വിശ്വസിക്കാൻ ഒത്തില്ല. 44-ന്റെ 2-ാം ഭാഗം, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. ഇതൊന്നും യാദൃച്ഛികമായിട്ട് നടന്നതല്ല. ഇതൊക്കെ നേരത്തെ തന്നെ പഴയ നിയമത്തിൽ മുഴുവനും പ്രവചിച്ചിട്ടുള്ളതാണ്.
ഇവിടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ മോശയുടെ ന്യായപ്രമാണം, പ്രവാചക പുസ്തകം, സങ്കീർത്തനങ്ങൾ. കർത്താവ് അവരെ ഈ പുസ്തകങ്ങളിൽ നിന്ന് അവിടുത്തെ അനുഭവങ്ങൾ കൃത്യമായിട്ട് അവരോട് പറഞ്ഞ് അവരെ ഉറപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ചെയ്തത്. 24 ഈ അധ്യായം തന്നെ നോയിക്കേ, അതിൻ്റെ 25 വാക്യം. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. കുറച്ചൊക്കെ വിശ്വാസമുണ്ട് കേട്ടോ, എന്നാൽ കഷ്ടമനുഭവിക്കുന്നതും മരണം ഉയർത്തെഴുന്നേൽപ്പിനോ അവരെ വിളിക്കുന്ന ഇതാണ്, മന്ദബുദ്ധികളെ. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. യേശുവിനെ കുറിച്ച് ബൈബിൾ സ്റ്റഡി എടുക്കുക. ഇത് തന്നെയാണ് ഇവിടെയും കർത്താവ് ചെയ്യുന്നത്. തിരുവെഴുത്തുകളിലൂടെ അവരെ ഉറപ്പിക്കുകയാണ്. എന്നിട്ട് 45 വാക്യം, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. വെരി ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെയാണ് തുറന്നത്? സൂപ്പർ നാച്ചുറലി ആണ്. എങ്കിലും ഈ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചപ്പോൾ ക്ലിക്ക് ചെയ്തു, ബുദ്ധിയെ തുറന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായം മുതൽ നിങ്ങൾ വാച്ച് ചെയ്യണം. നമ്മൾ അന്തം വിട്ടുപോകും. സങ്കീർത്തനത്തിൽ നിന്നൊക്കെ വാക്യങ്ങൾ എടുത്തുകൊണ്ട് ഇതാണ് നിവൃത്തിയായെന്ന് പത്രോസൊക്കെ പറയുകയാണ്. അതെങ്ങനെയാ? ബുദ്ധിയെ കർത്താവ് തുറന്നു. അവരേതാണ്ട് ലൈബ്രറി പോയി പിടിച്ചെടുത്ത് പഠിച്ചതൊന്നുമല്ല. കർത്താവ് ബുദ്ധിയെ തുറന്ന് കർത്താവ് ഇത് വ്യാഖ്യാനിച്ചു കൊടുത്തു. ടുഡേ ദ ഹോളി സ്പിരിറ്റ് ഹാസ് ടു ഹെൽപ്പ് us. അല്ലെങ്കിൽ ബ്ലാങ്ക് ആകും. We won't understand the truth. ജീസസ് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുത്തു. ഇത് തന്നെയാണ് എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്കും ഉണ്ടായത്. അപ്പോൾ ഇവരെയാണ് ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുന്നത്. 47 വാക്യത്തിലാണ് മാനസാന്തരവും പാപമോചനവും നിങ്ങൾ യെരുശലേമിൽ തുടങ്ങി എല്ലായിടത്തും പോയി പ്രസംഗിക്കണമെന്ന് കർത്താവ് പറഞ്ഞത്. അപ്പോൾ നോക്കിക്കേ, 36 മുതലുള്ള വാക്യങ്ങളിൽ ഭാരത്തോടെ വ്യാകുല ചിന്തകളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ആദ്യം ടാഞ്ചിബിൾ പ്രസൻസിൽ കർത്താവരെ ഉറപ്പിക്കുന്നു. പക്ഷേ അത് മാത്രമല്ല, ഗ്രൗണ്ടിങ് ദം ഇൻ എ സ്ക്രിപ്ചേഴ്സ്. എന്നിട്ടാണ് അവരോട് പറയുന്ന 47 വാക്യത്തിൽ നിങ്ങൾ എല്ലായിടത്തും പോയി പ്രസംഗിക്കണം. യെരുശലേമിലാണ് തുടങ്ങേണ്ടത്. അപ്പോൾ പ്രസംഗത്തിന് മുമ്പ്, ശുശ്രൂഷയ്ക്ക് മുമ്പ് എന്താണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ച് തിരുവെഴുത്തിൽ നിന്ന് ശരിയായ വ്യാഖ്യാനവും ശരിയായ മീനിങ് നമുക്കുണ്ടാകണം. അല്ലാതെ വായി വരുന്ന എന്തെങ്കിലും പറയുന്നതല്ല വ്യാഖ്യാനം. എനിക്കങ്ങനെ തോന്നി, അങ്ങനെ തോന്നലല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രസംഗ വിഷയം മാനസാന്തരവും പാപമോചനവും. എന്നിട്ടാണ് 49 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അതും പോരാ, ദൈവവചനം കൃത്യമായി വ്യാഖ്യാനിച്ചു കൊടുത്ത് ബുദ്ധിയെ തുറന്നു. മെസ്സേജിന് ക്ലാരിറ്റി കൊണ്ടുവന്നു. മാനസാന്തരവും പാപമോചനവുമാണ്. മെസ്സേജിന് ക്ലാരിറ്റി വന്നു. അതിനു വേണ്ടിയാണ് കർത്താവ് ഈ കഷ്ടാനുഭവങ്ങളൊക്കെ അനുഭവിച്ചത്. വചനത്തിലൂടെ ഉറപ്പിച്ചു, മെസ്സേജ് കൈമാറി. പക്ഷെ ഇത് പോയി പറയണമെങ്കിൽ 49 വാക്യം, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് നമ്മുടെ ചിന്ത. അപ്പോൾ യേശു ഇവരോട് അയക്കുന്ന സമയത്ത് പറഞ്ഞത്, ഞാനൊരു മന്ത്ലി സപ്പോർട്ട് തരാം കേട്ടോ. നോ. ഒരുപാട് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് അതാണ്. ബൈബിൾ കോളേജിൽ നിന്ന് ഏതെങ്കിലും ഡിഗ്രി കിട്ടിയാൽ മന്ത്ലി സപ്പോർട്ട്. ഒന്നും നടക്കത്തില്ല. തെറ്റിദ്ധരിക്കരുത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ബൈബിൾ കോളേജ് പഠനം വേണ്ടെന്നുള്ള ഒരു ധ്വനിയല്ല. എൻ്റെ ചിന്തയിൽ അത്യാവശ്യം പഠിച്ചിരിക്കണം.
പക്ഷേ ആ പഠനം കൊണ്ട് പര്യാപ്തമല്ല. വ്യക്തിപരമായി ദൈവവചനം പഠിക്കണം. ശരിയായി ബൈബിൾ എന്താണെന്ന് മനസ്സിലാകണം. മനസ്സിലായവരോടാണ് പറയുന്നത്, ഇതാണ് പോയി പ്രസംഗിക്കേണ്ടത്. അപ്പോൾ പ്രധാന ശുശ്രൂഷ എന്താ? യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ചെയ്തെടുത്ത യാഗമരണത്തെ വിളംബരം ചെയ്യുന്നതാണ് നമുക്ക് സഭയ്ക്ക് ദൈവം കൊടുത്ത ദൗത്യം. പാപമോചനമുണ്ട്, പാപക്ഷമ നിങ്ങൾക്കുണ്ട്. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞാൽ God will forgive your sin because of Jesus Christ. That is the message of the church. ഇവിടുത്തെ ഈ സഭയുടെ മെസ്സേജ് അതാണ്. പക്ഷേ അത് പറയണമെങ്കിൽ we need the power of the Holy Spirit. അല്ലാതെ മന്ത്ലി സപ്പോർട്ടോ ഹോൾ കുറച്ചുകൂടെ നമുക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്താലോ, ഹോൾ എക്സ്റ്റെൻഡ് ചെയ്താലോ ഒന്നും സംഭവിക്കത്തില്ല. അല്ലെ നമുക്ക് കുറച്ചുകൂടെ ടെക്നോളജി ഉപയോഗിച്ചാലോ? നോ. ടെക്നോളജിയും കൊണ്ട് കുറേ ആളുകളെ കൊണ്ടുവന്ന് ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് മഞ്ഞ, നീല, ചുമപ്പ് എല്ലാം കൂടെ ഇട്ട് ആളുകൾ വെറുതെ തുള്ളിക്കാവുന്നേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെങ്കിൽ പവർഫുൾ ഗോസ്പൽ പോകണം. പ്രൈസ് ദി ലോർഡ്. ഈ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തം അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അല്ലെങ്കിൽ ഈ വാഗ്ദത്തം ചെയ്ത ശക്തി അവർക്കില്ലെങ്കിൽ they cannot fulfill the great commission. മഹാനിയോഗം അവർക്ക് തൃപ്തികരമായി പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണോ നമുക്ക് കഴിയാതിരിക്കുന്നത്? എന്നാണ് ഈ പിതാവിൻ്റെ വാഗ്ദത്തം ചെയ്തതിനെ, the promise of the Father. അങ്ങനെ മാത്രമേ അവിടെ പറയുന്നുള്ളൂ. പക്ഷേ ശിഷ്യന്മാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയാണ് കർത്താവ് സംസാരിക്കുന്നത്. കർത്താവിനെ ക്രൂശിക്കുന്നതിന് തൊട്ട് മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16-17 വാക്യത്തിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം അവർക്ക് കൊടുത്തിരുന്നു. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. കർത്താവ് യോഹന്നാൻ 14, 15, 16 ഈ അധ്യായങ്ങളിലെല്ലാം ക്രൂശിക്കപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഒരുപാട് വാഗ്ദത്തങ്ങൾ ശിഷ്യന്മാർക്ക് കൊടുത്തു. 14 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ അവിടെ ഹൃദയം കലങ്ങിയിരിക്കുകയാണ്. കർത്താവിൻ്റെ സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ അയക്കും, കാര്യസ്ഥൻ വരും. അപ്പോൾ പിതാവിൻ്റെ വാഗ്ദത്തം എന്ന് കേട്ടപ്പോൾ അവർക്കൊരു കൺഫ്യൂഷനുമില്ല. They know he is talking about the Holy Spirit. അപ്പോസ്തലപ്രവൃത്തി 1:4-5 വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാതെ അറിയാം എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഇവിടെ വളരെ ക്ലിയറായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, പരിശുദ്ധാത്മാവാണ്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ടും സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അതാണ് 10 ദിവസം അവർ കാത്തിരുന്നു. പെന്തക്കോസ്ത് ദിവസം വന്നപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വാഗ്ദത്തമാം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പിതാവിൻ്റെ വാഗ്ദത്തം, ഹീസ് ടോക്കിംഗ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് വിജയകരമായി
ശുശ്രൂഷിപ്പാൻ കഴിയത്തില്ല. സഭയുടെ ദൗത്യം സഭയ്ക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. ദൈവവചനത്തിൽ ഉറപ്പിച്ചവരോടാണ് പറയുന്നത്, ഇതാണ് നിങ്ങളുടെ ദൗത്യം, ഇതിനു വേണ്ടി യെരൂശലേം വിട്ടു പോകരുത്. യു carry on in Jerusalem, stay in Jerusalem. അപ്പോസ്തലപ്രവൃത്തി 2:33. അവൻ ദൈവത്തിൻ്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. പെന്തക്കോസ്ത് ദിവസം നടന്ന അനുഭവത്തെ പത്രോസ് അവിടുത്തെ പാരമ്പര്യ യഹൂദന്മാരോട് എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾ ക്രൂശിച്ച യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു, പിതാവിനോട് വാങ്ങി പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് രാവിലത്തെ ഈ മെസ്സേജിൽ നമ്മുടെ അകത്ത് പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാപിപ്പാൻ നമുക്ക് ഒരു വലിയ ആഗ്രഹമുണ്ടാകണം. അല്ലാതെ പൊത്തുവരുത്ത ക്രിസ്തീയ പെന്തിക്കോസ് എന്നൊന്നും പറഞ്ഞ പണി നടക്കത്തില്ല. അങ്ങനെ ജീവിച്ച് ഒരു ദിവസം പെട്ടിക്കകത്ത് കയറും. എല്ലാവരും മരിക്കും. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളെ എല്ലാം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കണമെങ്കിൽ we need the Holy Spirit. We need the Holy Spirit. ശരിക്കും അപ്പോസ്തലപ്രവൃത്തി 1:4-5 വാക്യങ്ങളൊക്കെ ഒരു കൽപ്പനയായിട്ടാണ് പറയുന്നത്. ഇതൊരു ഓപ്ഷൻ അല്ല പ്രിയരെ. അപ്പോസ്തലപ്രവൃത്തി 2:4 അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ ആത്മാവർക്ക് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അന്യഭാഷയിൽ. അപ്പോൾ നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചോ? ഓയ്യേ, അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ അന്യഭാഷ സംസാരിക്കുന്നു, അവരും അന്യഭാഷ സംസാരിച്ചു. എൻ്റെ ചോദ്യം അപ്പോസ്തലപ്രവൃത്തി 1:8 വായിര്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ. അപ്പോൾ പവർ ഈസ് ഫോർ മിഷൻസ്. മനസ്സിലാകുന്നുണ്ടോ? ആ വാക്യം നിങ്ങൾ എന്നെ രണ്ടായിട്ട് നോക്കിക്കേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ത് കിട്ടും എന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മളെന്ത് പറഞ്ഞു? അന്യഭാഷ കിട്ടി. എൻ്റെ ചോദ്യം, ശക്തി എന്തിയെ? എന്തിനാണിത്? Why is the Holy Spirit power? Why is it necessary? യെരൂശലേം, യഹൂദ എല്ലായിടത്തും, ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം യേശുവിൻ്റെ സാക്ഷിയാകാൻ. അപ്പം നമ്മളെല്ലാവരും കൂടെ പറഞ്ഞു, ഞങ്ങൾ പാട്ടൊക്കെ പാടി അന്യഭാഷയിൽ ഇങ്ങനെ സന്തോഷിക്കും. നല്ലതായിരുന്നു. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ദിസ് ഗായ് ഈസ് എഗൻസ്റ്റ് സ്പീക്കിംഗ് ഇൻ ടങ്സ്. നോട്ട് അറ്റ് ഓൾ, നോട്ട് അറ്റ് ഓൾ. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ ഇന്നും ഈ ചർച്ചയിൽ വന്ന് അന്യഭാഷയെ സംസാരിച്ചല്ലോ. ഞാൻ എല്ലാ ഞായറാഴ്ചയും, ഞായറാഴ്ച മാത്രമല്ല, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എവറി ഡേ ഐ സ്പീക്ക് ഇൻ ടങ്സ്. പക്ഷെ ഞാൻ നിങ്ങൾ കേൾക്കാൻ മൈക്കിൽ കൂടെ അല്ല പറയുന്നത്. അതെന്താ? അത് കാരണം ഞാൻ ബൈബിൾ വായിച്ചു, അതുകൊണ്ടാണ്. വ്യാഖ്യാനിയില്ലെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ നിർത്താനല്ല പറയുന്നത്, ദൈവത്തോടും അവൻ സംസാരിച്ചു കൊണ്ടിരിക്കണം. അതെന്താണ്? തനിക്ക് തന്നെ ആത്മീയ വർധന വരിക. എനിക്ക് ആത്മീയ വർധന വരുന്നത് നിങ്ങളെ എന്തിനാണ് കേൾപ്പിക്കുന്നത്? എന്നാൽ വ്യാഖ്യാനി ഉണ്ടെങ്കിൽ സഭയോടുള്ള ദൂതാണ്. അതുകൊണ്ടാണ് എബി പാസ്റ്റർ മൈക്കിൽ കൂടി പറയാതെ. നിങ്ങൾക്ക് പ്രയോജനം വരത്തില്ല. മാത്രമല്ല, ഇത് ഓൺലൈനിൽ പോവുകയാണ്. അവിശ്വാസി, കൃപ ലഭിക്കാത്ത ഒരുത്തൻ, അവൻ അറിയത്തില്ല ഇതെന്തുവാണ്. വാട്ട്സ് ഇറ്റ് ടോക്കിംഗ്? പൗലോസ് പറയാ, അവർ ചിന്തിക്കും നിനക്ക് ഭ്രാന്തുണ്ടെന്ന്. ഇതൊന്നും ഞാൻ വലിയ വ്യാഖ്യാനിച്ചൊന്നുമല്ല. 1 കൊരിന്ത്യർ 14 പ്ലെയിൻ റീഡിങ്ങിൽ എഴുതിയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ. ഞാൻ ഒരിക്കൽ ഇവിടെ നിങ്ങൾ ചിലരെങ്കിലും കേട്ട് കാണും, 1 കൊരിന്ത്യർ 14 ഒരു എക്സ്പോസിഷൻ നടത്തിയിരുന്നു.
അതിൻ്റെ ബാക്കിയൂടെ പറയാനുണ്ട്. അപ്പോൾ അന്യഭാഷ എങ്ങും വിലക്കിയിട്ടില്ല. നമ്മുടെ ചർച്ചിൽ അന്യഭാഷയുണ്ട്. ഇവിടെ പലരും അന്യഭാഷയിൽ സംസാരിക്കുന്നവരാണ്. വരദാനമുള്ളവർ ഇതിനകത്തുണ്ട്. ഇപ്പം അതിൻ്റെ അർത്ഥം ഒരു ദിവസവും ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഉറക്കെ ഒരു അന്യഭാഷ പാപം ചെയ്തു, ആ അർത്ഥത്തിലല്ല. അങ്ങനെയൊന്നും നിങ്ങൾ കൺഫ്യൂസ് ആകണ്ട. വ്യാഖ്യാനം ഇല്ലാതെയുള്ള അന്യഭാഷ കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്. പൊതുസഭയുടെ എഡിഫിക്കേഷനാണ് നമ്മൾ കൂടി വരുമ്പോൾ നടക്കേണ്ടത്. എൻ്റെ എഡിഫിക്കേഷന് ഐ ഹാവ് മൈ പ്രൈവസി. ആ പ്രൈവസിയിൽ ഞാൻ ഇവിടെയും വന്ന് കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പറയാമോ? പറയാം. ഇപ്പം നമുക്ക് ഇതൊന്നും തീർക്കാം. സ്തോത്രം. എൻ്റെ പോയിന്റ് ഇതാണ്. പ്രോമിസ് ഓഫ് ദ ഫാദർ ഇസ് ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് വരുമ്പോൾ പവർ. വേർ ഇസ് ദ പവർ? വാട്ട് ഈസ് ദിസ് പവർ? അപ്പോൾ നമ്മൾ പറഞ്ഞു വി ടോക്ക് ഇൻ ടങ്സ്. ഫൈൻ, വെരി ഗുഡ്. അപ്പം ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. നമ്മൾ കണ്ടും കേട്ടുമുള്ള പരിചയത്തിൽ ആത്മപ്രവൃത്തിയെ അന്യഭാഷയിൽ ലിമിറ്റ് ചെയ്തു. സമുദായ പശ്ചാത്തലത്തിൽ ചിലരുള്ളവർ ചില തൈലക്കുപ്പിക്കകത്ത് ഒതുക്കി. നമ്മളെന്ത് ചെയ്തു? അന്യഭാഷയേ ഉള്ളൂ. അങ്ങനെയാ ചിന്തിക്കരുത്. അന്യഭാഷാ ഭാഷണമുണ്ട്, വ്യാഖ്യാനപരമുണ്ട്, ജ്ഞാനത്തിൻ്റെ വരമുണ്ട്, പരിജ്ഞാനത്തിൻ്റെ വരമുണ്ട്, അത്ഭുതങ്ങളെ ചെയ്യുന്ന വരദാനമുണ്ട്, വിവേചനവരമുണ്ട്, വിശ്വാസമെന്ന വരമുണ്ട്. ഇങ്ങനെ വരങ്ങൾ ഇഷ്ടം പോലെയാണ്. രോഗശാന്തികൾ വരമുണ്ട്. പ്രൈസ് ദ ലോർഡ്. അതിന് ഒരു ആൾക്കും പുൾപിറ്റിൻ്റെ ആവശ്യമില്ല. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളിൽ വ്യാപരിക്കുന്ന കൃപ നിങ്ങൾക്ക് ജ്വലിപ്പിക്കാൻ കഴിയും. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ബസ്സിൽ കയറി പോകുന്നു, ഓട്ടോയിൽ കയറി പോകുന്നു, നമ്മൾ ആളുകളുമായിട്ട് സംസാരിക്കുന്നു, നമ്മൾ കരം വെച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രേരണ ഉണ്ടാകും, നമ്മൾ പറയുന്ന അവർക്കൊരു ദൂതായിരിക്കാം. സ്തോത്രം. അന്യഭാഷയിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. അന്യഭാഷാ ഭാഷണം ഉണ്ട്. അത് ലഭിക്കാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവിടത്തേക്ക് മുഖപക്ഷമില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു സ്വർഗീയ ഭാഷയിൽ സംസാരിക്കാൻ, പ്രാർത്ഥിക്കാൻ, പാടുവാൻ നിങ്ങൾക്ക് ദൈവം കൃപ തരും. അത് നിങ്ങളുടെ ആത്മീക വർധനവിന് കാരണമാകും. സ്തോത്രം. പിതാവിൻ്റെ വാഗ്ദത്തം, ദ പ്രോമിസ്. 2, ദ പവർ. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ആ ശക്തിയെക്കുറിച്ചാണ് ഞാൻ അപ്പോസ്തല പ്രവൃത്തി 1:8 പരാമർശിച്ചത്. ഈ ശക്തിയുടെ പ്രദർശനം ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. സുവിശേഷങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ അപ്പോസ്തല പ്രവൃത്തികളിൽ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിലൂടെ വെളിപ്പെട്ടിട്ടുണ്ട്. വേറെ എങ്ങും പോകണ്ട. യു ഗോ ടു ദ സ്ക്രിപ്ചേഴ്സ്. ലൂക്കോസിന്റെ സുവിശേഷം പോലെ ഒരു സുവിശേഷം നിങ്ങൾ എടുത്താൽ, ലൂക്കോസ് തന്നെയാണ് സുവിശേഷം എഴുതിയതും ആക്ട്സ് എഴുതിയതും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഹൗ ജീസസ് ഓഫ് നാസറത്ത് was empowered by the Holy Spirit and he went about doing good, casting out demons. ലൂക്കോസ് തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതുമ്പോൾ ആത്മാവിൻ്റെ ശക്തി അന്നത്തെ ദൈവസഭയിലൂടെ അപ്പോസ്തലന്മാരിലൂടെ വ്യാപരിച്ചത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ചില കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേദശാസ്ത്രപരമായി വേദശാസ്ത്രികൾ അതിനെ വിളിക്കുന്ന ഒരു ടെക്നിക്കൽ ടേമാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. അർത്ഥം ഇത്രയേ ഉള്ളൂ: 1 person 2 natures. യേശു
എന്ന പേഴ്സണിൽ രണ്ട് പ്രകൃതം. അവിടുന്ന് 100% ദൈവം, 100% മനുഷ്യൻ. അങ്ങനെ വേറൊരാളില്ല. എന്തിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്? ബോധപൂർവം അവിടുത്തെ ശുശ്രൂഷകൾ ദൈവിക പ്രൊറോഗേറ്റീവ്സ് അവിടുന്ന് ഉപയോഗിക്കാതെ അവിടുത്തെ സിൻലെസ് ഹ്യൂമാനിറ്റിയിൽ ആത്മാവിൻ്റെ ശക്തിയോടെയാണ് പ്രവർത്തിച്ചത്. ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്തത്, ഈ ആളുകളെ വിവേചിച്ച് ഈ പ്രസംഗിച്ചത്. ഇൻഫാക്റ്റ് അവിടുന്ന് കൊച്ചിലെ തൊട്ട് ബൈബിൾ പഠിച്ചു. ഇറ്റ്സ് ഇൻ ഹിസ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിൽ. ആ യേശുവിനെയാണ് അനുഗമിക്കാൻ നമ്മുടെ മേൽ വിളിയുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 22-23 വാക്യം. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസഫിൻ്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ the heavens were open. മാർക്കാന്തോന്ന് പറയുന്നത് torn open. പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ in bodily form came upon our Lord. He is our example. ഇതുപോലെ നമ്മളെ ബ്ലസ് ചെയ്യാൻ ദൈവസഭ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെ. ഞാനൊരു കാര്യം പറയാം, ചരിത്രം മാറും once the Spirit comes on power on your life. പേടിത്തൊണ്ടന്മാരായി ഒരു മുറിക്കകത്ത് ഒളിച്ചിരുന്നവരുടെ മേൽ ആത്മ വന്നപ്പോൾ യെരുശലേം ഇളകി. അവരാ തെരുവുകളിലേക്ക് ഇറങ്ങി. They started preaching Christ crucified and healing the sick and casting out demons. ഇതാണ് പത്തനംതിട്ട ജില്ലയിൽ നടക്കേണ്ടത്. ശബ്ദ കോലാഹലമല്ല. We need demonstrations of the power of God. എന്നും ഇല്ലാതിരിക്കുമ്പോൾ ഏതാണ്ട് ഉണ്ടെന്ന് അഭിനയിക്കുന്നതല്ല ഉണർവ്. No. ഒന്നുമില്ലാതിരിക്കുക. കമാൺ, ഇത് കുറച്ചിട്ട് അടിക്കുക, നമ്മളെല്ലാം കൂടെ ചാടാം. അത് ഉണർവല്ല. മൈ ക്വസ്റ്റ്യൻ ഈസ്, വേർ ഈസ് ദ പവർ? കർത്താവ് പറഞ്ഞ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ 1:32 ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ സാക്ഷ്യം കണ്ടോ? യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നത് ഞാൻ കണ്ടു, അത് അവൻ്റെ മേൽ വസിച്ചു. ഇത് കഴിഞ്ഞാണ് ലൂക്കോസ് 4-ന്റെ 1-ാം ഭാഗത്തിൽ, ലൂക്കോസ് 4:1 ആദ്യ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ഇംഗ്ലീഷിലാണ് നല്ല മനോഹരം. He was full of the Holy Spirit. What does that mean? പത്രോസിനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്, ബർന്നബാസിനെ കുറിച്ച് പറയുന്നുണ്ട്, പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്റ്റീഫനെ കുറിച്ച് പറയുന്നുണ്ട്. ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ടോട്ടലി കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ജീസസിനെ നിയന്ത്രിച്ചത് മുഴുവനും അവിടുത്തെ മനുഷ്യത്വത്തിൽ ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. സഭ തയ്യാറാണോ ഇതിന് സഭ തയ്യാറാണോ? ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഈ ചർച്ചിന് അത് ആവശ്യമാണ്, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്, നമ്മുടെ തലമുറയ്ക്ക് ഇത് ആവശ്യമാണ്. ടോട്ടലി ജീസസിനെ കൺട്രോൾ ചെയ്യുന്ന ഹോളി സ്പിരിറ്റ്. അതിൻ്റെ അർത്ഥം ഇതാണ്, ജീസസ് ഫുള്ളി സറണ്ടേർഡ് ടു ദ കൺട്രോൾ ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവ് പറയുന്ന ചിന്ത, ആത്മാവ് പറയുന്നിടത്തോട്ടാണ് നോട്ടം, ആത്മാവ് പറയുന്നിടത്താണ് പോകുന്നത്. ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഹി ഈസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. എങ്ങോട്ട്? ടു ദ വിൽഡർനെസ്. അതാണ് 1-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി, പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആത്മപൂർണനാണെങ്കിൽ, ആത്മനിറവാണെങ്കിൽ അതിൻ്റെ ഒരു നല്ല തെളിവാണ് that person is led by the Holy Spirit. എവിടെ പോകണം? എന്താണ് സംസാരിക്കേണ്ടത്? You got the leading of the Holy Spirit.
ഒരിക്കലും തെറ്റുപറ്റത്തില്ല. ഒരിക്കലും മനസ്സിൽ വരുന്ന എല്ലാ ചിന്തയും ദൈവം കൊണ്ടുവരുന്നതാണെന്ന് ചിന്തിക്കരുത്. ദൈവവചന അടിസ്ഥാനത്തിൽ അതിനെ വിവേചിക്കണം. സ്തോത്രം. ജീസസ് ആത്മനിറവിൽ യോർദാൻ വിട്ട് മടങ്ങി. 4:1 ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. എങ്ങോട്ട് നടത്തി? മഞ്ഞ് പെയ്യുന്ന രാജ്യത്തിലേക്ക് നടത്തി. അല്ലേ? അതാ ഇന്ന് എല്ലാവരും പറയുന്നത്. അവർക്കൊരു നടത്തിപ്പേ ഉള്ളൂ. ബട്ട് വാട്ട് അബൌട്ട് ദ വിൽഡർനെസ്? യഹൂദിയ മരുഭൂമി, ഐസൊലേഷൻ, ഒരു ജനവാസമില്ലാത്ത സ്ഥലത്തേക്ക് ദ സ്പിരിറ്റ് ലെഡ് ഹിം. സ്പിരിറ്റ് അങ്ങനെയൊക്കെ നടത്തുമോ? ഓയേ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, അവിടെ നടക്കുന്ന കോൺഫ്രണ്ടേഷൻ വിത്ത് ദ ഡെവിൾ ദൈവം അറിയാതെയല്ല. ദ സ്പിരിറ്റ് ലെഡ് ഹിം. അതുകൊണ്ട് തന്നെ ദ സ്പിരിറ്റ് ഈസ് സ്റ്റിൽ ലീഡിങ്. ആ 40 ദിവസവും ലീഡിങ് ദ ലോർഡ്. സ്തോത്രം. നാലാം അധ്യായത്തിന്റെ 14 നോക്കിയ നിങ്ങൾ. യേശു ആത്മാവിൻ്റെ അതേ വാക്ക് ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. റിട്ടേൺഡ് ഇൻ ദ പവർ ഓഫ് ദ സ്പിരിറ്റ്. എന്തനുഭവം ഉണ്ടായി? 16 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ എന്തൊക്കെ അനുഭവം ഉണ്ടായി? 1, നസറേത്ത് പള്ളിയിൽ ചെന്ന് ഒരു പ്രസംഗം നടത്തി ആത്മശക്തിയോടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമെടുത്ത് യെശയ്യാ പ്രവചനം 61-ന്റെ 1-2 വാക്യങ്ങൾ വായിച്ച് എഴുന്നേറ്റ് നിന്നാ വായിച്ചത്. ഇരുന്നതിനെ വ്യാഖ്യാനിച്ചു. പ്രസംഗത്തിൻ്റെ അവസാനം മാതൃപള്ളി പുറത്താക്കി. ആത്മപൂർണനും ആത്മശക്തി ഉണ്ടെങ്കിൽ ഐ ടെൽ യു ഡീമൺസ് വിൽ അറ്റാക്ക് യു, ബട്ട് യു വിൽ ബി വിക്ടോറിയസ് ഇഫ് യു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്. എല്ലാവർക്കും വിൽഡർനെസ്സും എല്ലാവർക്കും അറ്റാക്കില്ല. ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണയുള്ളത്, ഓ ആത്മാവിൻ്റെ ശക്തി, അതുകൊണ്ട് ഇനി ഞാൻ ന്യൂസിലൻഡ്, അമേരിക്ക, UK ഇങ്ങനെ ഫ്ലൈറ്റിലാണ്. ജീസസിന് ഈസ് അറ്റാക്ട് ആൻഡ് അറ്റാക്ട് ആൻഡ് അറ്റാക്ട്. എന്നിട്ട് 13-ാം വാക്യം പറഞ്ഞത് എന്താണെന്നറിയോ? ഓപ്പർച്യൂൺ മൊമെൻറ്റിലേക്ക് തൽക്കാലം മാറിയിരിക്കുകയാണ്. ഇഫ് യു ആർ ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് there will be attacks. And if you are full of the Holy Spirit, നിങ്ങളുടെ പ്രസംഗം ആളുകൾ പറയും കുത്തിപ്രസംഗമാണ്. എന്താ ഈ ലോക്കൽ പള്ളിയിൽ നിന്ന്, നസറേത്ത് നിന്ന് കർത്താവിനെ, നസറേത്ത് പള്ളിയിൽ നിന്ന് മാത്രമല്ല, ആ ടൗണിൽ നിന്ന് ഒരു ക്ലിഫിൻ്റെ മണ്ടയ്ക്കുണ്ടായി തെള്ളിയിട്ട് കൊല്ലാൻ നോക്കിയെന്നാ. അതിന് ഞങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നത് കേട്ടില്ലയോ? എന്തോ പ്രസംഗിച്ചു? ഏലിയാവിൻ്റെ കാലത്ത് ഇഷ്ടം പോലെ ഇസ്രായേലിൽ വിധവമാരുണ്ടായിരുന്നു. പക്ഷേ ദൈവം പ്രവാചകനെ അയച്ചത് ജാതിക ഒരു സറഫത്തിലെ വിധവയ്ക്ക് വേണ്ടിയാണ്. ഏലീശയുടെ കാലത്ത് നിങ്ങളുടെ ഇടയിലൊക്കെ കുഷ്ഠരോഗികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. വിടുതൽ കിട്ടിയവരെ നാമാനാ ജാതി. അപ്പം ഞങ്ങൾക്കെതിരെ പറയല്ലേ? ഇന്നത്തെയും പ്രശ്നം ഇതാ. കുത്തി പ്രസംഗിച്ചു. വല്ല വിവരവും നിനക്കുണ്ടോ? സ്തോത്രം. ജീസസിൻ്റെ പ്രഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോസ്തോലന്മാരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ദൈവത്തിൻ്റെ വചനം ഇറ്റ് കട്ട് ദ ഹാർട്ട് ഓഫ് ദ പീപ്പിൾ. അതാണ് പ്രസംഗം. അല്ലാതെ മാമയുടെ കണ്ണുനീരെല്ലാം എല്ലാ ദിവസവും നിനക്ക് കണ്ണുനീരേ ഉള്ളൂ. മാമ വലിയ സംഭവം, നിങ്ങളുടെ മക്കളെല്ലാം വലിയ പുള്ളികളാവും. ഇതാണോ പ്രസംഗം? ഇത് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതല്ല. യേശു ഇതല്ല പ്രസംഗിച്ചത്. അത് പ്രസംഗിച്ചതായിരുന്നു നസറേത്ത് പള്ളിക്കാരെല്ലാം നല്ലൊരു വണ്ടിക്കൂലി കൊടുത്തു വിട്ടേന്.
നമ്മുടെ തെറ്റിദ്ധാരണ മാറണം. വേദപുസ്തകം പഠിക്കുക, വേറെ എങ്ങും അല്ല പോയത്. യേശു ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഷോക്ക് ചെയ്തു. യെശയ്യാപ്രവചനം 61-1-2 വാക്യങ്ങൾ വായിച്ചപ്പോൾ എല്ലാവർക്കും അറിയാം ആ പോർഷൻ എവിടുന്ന മെസ്സിയാനിക്ക് പോർഷനാ. എന്നിട്ട് യേശു ഒന്ന് ഇരുന്നെന്ന് എല്ലാ പള്ളിയിലെ എല്ലാവരുടെയും കണ്ണുകൾ അവൻ്റെ മേലായിരുന്നു. അതെന്തിനാ? അല്ല, ഇതിൻ്റെ വ്യാഖ്യാനം എന്താ? ബദ്ധന്മാർക്ക് വിടുതൽ, കുരുട്ട് കണ്ണ് തുറക്കും, ഇതൊക്കെ മെസ്സിയാനിക് പാസേജാ. യേശു പറയും, ഇത് ഇന്ന് നിങ്ങളുടെ കാണുകയിൽ, നിങ്ങളത് കാണുകയിൽ ഇത് നിവൃത്തിയാണെന്ന്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ കാത്തിരുന്ന മെസ്സിയ ഞാനാണെന്ന്. ഓ അവർ പറഞ്ഞതെന്ന് പറയും, എന്നാ ഇത് നമ്മുടെ അപ്പുറത്ത് താമസിച്ച പുള്ളിയല്ലേ? മെസ്സിയായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന യഹൂദൻ അന്തം വിട്ടുപോയി ലോക്കൽ പള്ളിയിൽ. അത് കഴിഞ്ഞ് 1-2 കാര്യം കൂടെ പറഞ്ഞു. They said no, we are not going to tolerate you. അപ്പോൾ ഹോളി സ്പിരിറ്റിൻ്റെ പവർ എന്ത് ചെയ്യും? അപ്പം നമ്മൾ ഓർത്ത് എന്താണെന്നറിയാമോ? ഹോളി സ്പിരിറ്റിൽ അങ്ങോട്ട് പ്രസംഗിക്കുമ്പോൾ ആളുകളെല്ലാം തെറിച്ചു പോയടാ. എന്നെ പിടിച്ചുകൊണ്ട് പോയി മണ്ടയ്ക്ക് ഇട്ടിട്ട് കൊല്ലാൻ തുടങ്ങിയപ്പോൾ ആളുകളല്ലേ, എന്ത് ആളുകളല്ലോ? ഇതാണ് മനുഷ്യൻ ചിന്തിച്ചിരിക്കുന്നത്. പൗലോസിൻ്റെ ആടികൾ എണ്ണാൻ ഒക്കുമോ? എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പീഡിപ്പിച്ചത് ഊഹിക്കാൻ കഴിയുമോ? അതെന്താണ്? That's because of the anointing on him. സ്തോത്രം. അതുകൊണ്ട് അതും ഇതും പറഞ്ഞ് ചുമ്മാതിരിക്കുന്ന, വെറുതെ അറിയാൻ വയ്യാത്ത കാര്യങ്ങളിൽ പോയി കൈയിടല്ലേ. സ്ക്രിപ്ചർ നോക്കുക. സ്തോത്രം. എന്നിട്ട് അവിടെ നടക്കുന്നത് 33 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഭൂതത്തെ പുറത്താകുന്നു. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഒരു മിനിസ്ട്രിയാ കേട്ടോ. പ്രധാനമായി ദൈവവചനം പ്രസംഗിക്കുന്നു, ഭൂതത്തെ പുറത്താക്കുന്നു. ലിസൺ കെയർഫുള്ളി. ഭൂതത്തെ പുറത്താക്കുന്നു, രോഗി സൗഖ്യമാകുന്നു. ഇതെല്ലാം അതിൽ തന്നെയല്ല വിടുതൽ. ഇതെല്ലാം വേറെ കാര്യത്തിലേക്കാണ്, ആളുകളെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരാനാണ്. അവർ പ്രസംഗം കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടിട്ട് യേശുവിൻ്റെ അനുയായിയായി തീർക്കാനാ ഇവൻ്റെ അകത്തുള്ള ഇരുട്ടിൻ്റെ ശക്തി ഗെറ്റ് ഔട്ട്. 33 മുതൽ 36 വരെ, 38 മുതൽ 41 വരെ കർത്താവ് ആളുകളെ എല്ലാം സൗഖ്യമാക്കി. പിന്നെയും 31-32 വാക്യങ്ങളിൽ കർത്താവ് അധികാരത്തോടെ അവരെ ഉപദേശിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ സൂപ്പർ നാച്ചുറൽ പവർ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. ഈ ആത്മശക്തി നമുക്ക് ദാനമായി തരും. പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. ആത്മാവ് വരുമ്പോൾ യു വിൽ റിസീവ് പവർ. എൻ്റെ ഉള്ളത്തിൽ പ്രകാശനമുള്ള കാര്യം ഞാൻ പറയാൻ പോകുക. നസ്രയത്തിലെ മാതൃപള്ളിയിൽ സിനഗോഗിൽ ചെന്നപ്പോൾ ആളുകൾക്ക് എന്താ, ഓ ഇത് യോസഫിൻ്റെ മോനല്ലേ, ഇത് മറിയയുടെ മോനല്ലേ. യേശു എണ്ണപ്പെട്ടവരിലൊന്നും ഇല്ല. എണ്ണപ്പെടാതിരിക്കുന്ന, സകലരാലും തിരസ്കരിക്കപ്പെട്ടിരിക്കുന്ന, ആരും പ്രത്യേകിച്ച് ഗമനിക്കുന്നില്ല, പക്ഷേ ഹൃദയത്തിനകത്ത് ആത്മാവിനെ പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ ദൈവത്തിന് മനസ്സാണ്. ഇവിടുത്തെ വലിയ വലിയ ആളുകളെയൊക്കെ ബൈപ്പാസ് ചെയ്താണ് the spirit will come on you with power. Praise the Lord. സിനഗോഗിൽ ഒത്തിരി വലിയ ആളുകളുണ്ട്. ജീസസിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് we know him. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 14-ാം വാക്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക, ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാകുക, ആത്മാവിൻ്റെ ശക്തിയാൽ എംപവേർഡ് ആകുക. അല്ലെങ്കിൽ ഈ ശക്തി നമുക്കില്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ ശക്തിയേ ഉള്ളൂ, അത് ഫെയിലാകും.
അതിലൂടെയല്ല ഒരു ശുശ്രൂഷയും നടക്കേണ്ടത്. നിങ്ങൾ നോക്കുകയും പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ ഈ ശുശ്രൂഷകളെ എല്ലാം കൂടെ ക്രോഡീകരിച്ച് 10-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 38-ാം വാക്യത്തിൽ ഒരു സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് കർത്താവിനെ കുറിച്ച് പത്രോസ് പറയുന്നു. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ടും സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ശിഷ്യന്മാർക്ക് ഇതുപോലെ ശുശ്രൂഷിക്കണമെങ്കിൽ, സൂപ്പർ നാച്ചുറൽ വിറ്റ്നസ് ആകണമെങ്കിൽ അവർക്ക് സൂപ്പർ നാച്ചുറൽ പവർ ആവശ്യമാണ്. ദാറ്റ്സ് ദ പോയിന്റ്. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുക. 46-ാം വാക്യവും ലൂക്കോസ് 24, 46, 47 വാക്യം. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും, അതാണ് പ്രസംഗിക്കേണ്ടത്. ഇത് പറയാൻ എന്തിനാ ശക്തി? നമ്മളൊരു മൈക്കൊക്കെ വെച്ച് ആ കുമ്പനാട്ടോട്ട് കയറി ഇതങ്ങ് പറഞ്ഞാൽ പോരെ? യു നീഡ് പവർ ഫോർ ദിസ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പറയാം. ഈ പശ്ചാത്തലത്തിൽ യഹൂദന്മാരുണ്ട്, ജാതി ആളുകളുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മശിയായുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ശിഷ്യന്മാർ ചിലർ ഐഡൻറ്റിഫൈ ചെയ്തുവെങ്കിലും അവരും പതറി നിൽക്കുമ്പോഴാണ് അവരെ ബലപ്പെടുത്തുന്നത്. ബാക്കി ബഹുഭൂരിപക്ഷം യഹൂദന്മാർക്ക് അവർ മശിയായെക്കുറിച്ച് കാത്തിരിക്കുന്നവരാണ്. പക്ഷെ ഇങ്ങനെ നിസ്സഹായനായി ക്രൂശിതനാകുന്ന ഒരു മശിയായെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. അവരെ സംബന്ധിച്ചോളം ഈ സുവിശേഷം ഭോഷത്തരമാണ്. 1 കൊരിന്ത്യർ ലേഖനം 1:23-24 വാക്യം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചോളം വാട്ട് ഈസ് ദിസ്? ഇനി ജാതീയ ആളുകളോ, അയ്യോ അവരെ തമ്മിൽ ഇത് എടാ, പാലസ്റ്റൈനിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാശാരി 33-ാമത്തെ വയസ്സിൽ എല്ലാവരും കൂടെ ക്രൂശിച്ചു. ഇദ്ദേഹം ലോകത്തിലുള്ള എല്ലാവരെയും രക്ഷപ്പെടും. എന്തോ ഇതിനകത്ത് വല്ല ലോജിക്കുണ്ടോ? ഇപ്പം പെന്തിക്കോസുകാർ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെന്ന് ഈ അടുത്തിടെ ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു. അവിടുത്തെ പ്രധാന മൂപ്പൻ ഈ പാസ്റ്ററോട് ചോദിച്ചു, എന്താ സഹോദര, അന്നത്തെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആയിരുന്നു ക്രൂശ് എന്ന് പറയുന്നത്. ഒരാളെ 3 ആണികൾ മേൽ തൂക്കിയപ്പം ആ ആൾ നിങ്ങളെല്ലാം രക്ഷിക്കുന്നത് എന്താ ഈ പറയുന്നത്? ഈ പുള്ളിയാണ് വേർപെട്ട ഒരു സമൂഹത്തിലെ ഒരു വലിയ പുള്ളി. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഇന്നും ഇത് തന്നെയാണ് നടക്കുന്നത്. പല ആളുകൾക്കും നസ്രയനായ യേശുവിനെ ഇൻട്രസ്റ്റ് ഇല്ല. അവിടുത്തെ പ്രസംഗങ്ങളും പഠിപ്പിക്കലും പലരെയും ഒഫൻഡ് ചെയ്യുന്നതാണ്. എന്തുവായി പറയുന്നത്? മരണം, രക്തം, അറ്റോൺമെന്റ്, വാട്ട് ഈസ് ഓൾ ദിസ്? ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണം. അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ മേൽ നമ്മൾ പറയുന്ന ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിനകത്ത് എന്ന് പതിയണമെങ്കിൽ ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനം ആത്മാവെടുത്തവരുടെ ഉള്ളത്തിൽ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ, ബ്രദറൻ, വി നീഡ് ദ പവർ ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2, എന്തിനാ ഈ ദൈവശക്തി? ഈ ഒരു മെസ്സേജ് പറയാൻ. രണ്ടാമത്തെ കാര്യം, എല്ലാ മതങ്ങളുടെയും രക്ഷാശാസ്ത്രം ചെയ്യട ചെയ്യട ചെയ്യട, നല്ലത് ചെയ്താൽ സ്വർഗത്തിൽ പോകാം. ഞാൻ തന്നെ ആളുകളോട് ചോദിച്ചോണ്ട്, നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ? പിന്നെ എന്തുകൊണ്ട് പോകും? ഞാൻ ആർക്കും ഒരു ദോഷവും വരുത്തിയിട്ടില്ല. അതാണ് മതം.
അത് ക്രിസ്തീയ മതമായിക്കോട്ടെ. അപ്പം മനുഷ്യൻ്റെ സങ്കല്പങ്ങൾക്ക്, രക്ഷാശാസ്ത്രത്തിന് വളരെ വിപരീതമായ ഒരു ഉപദേശമാണ് എനിക്ക് നിങ്ങൾക്കും പറയാനുള്ളത്. അത് പറയണമെങ്കിൽ we need the power of God. എൻ്റെ പാപം കർത്താവായ യേശുക്രിസ്തു ചുമന്നു, അവിടുത്തെ നീതി എൻ്റെ മേൽ കണക്കിടുന്നു, എൻ്റെ പാപം കർത്താവിൻ്റെ മേൽ കണക്കിട്ടു എന്ന സത്യം, വിശ്വാസത്താലുള്ള നീതീകരണം എനിക്ക് പറയണമെങ്കിൽ I need a conviction, I need the power of God operating in me. ആദ്യം മെസ്സേജ് എനിക്ക് തറവാകണം. ആ മെസ്സേജ് പറയണമെങ്കിൽ എനിക്ക് ആത്മശക്തി വേണം. കാരണം ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ ചിന്തിക്കുന്നത്, ഞാൻ ചില നല്ലതായിട്ട് ട്രെയിൻ, ഞാൻ പിള്ളേരെയൊക്കെ നല്ലതായിട്ട് വളർത്തി അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകും. Man has this evil idea that he can save himself. Oh, I can do better. അങ്ങനെ ദൈവത്തെ പ്രസാദിക്കും. പറയുന്നത് കേട്ടിട്ടില്ലേ, നിങ്ങളീ പറയുന്ന പോലെയുള്ള വലിയ പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രം. ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചു, ഞാൻ കൊച്ചിലെ തൊട്ട്, ബെന്തിക്കോസിലല്ലേലും ബെന്തിക്കോസ് സൺഡേ സ്കൂളിലാണ് പഠിച്ചത്. കേട്ടിട്ടില്ലേ പറയുന്നത്? കൊച്ചിലെ തൊട്ട് ഭയഭക്തിയിൽ വളർത്തിയ എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളുടെ പള്ളിയിലെ ഉപദേശിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഐ ക്യാൻ ബി സേവ്ഡ്. എൻ്റെ നല്ല പ്രവൃത്തി, ഐ ക്യാൻ സേവ് മൈസെൽഫ്. എൻ്റെ മതത്തിന് എന്നെ രക്ഷപ്പെടുത്താം, എൻ്റെ പള്ളിക്ക് രക്ഷപ്പെടുത്താം. നോ എന്ന് പറയുന്ന ഒരു സുവിശേഷമാണ്. അതിന് ആത്മശക്തി വേണം. ആളുകൾ മനസ്സിൽ താലോലിച്ച് നടക്കുന്ന ആ ബന്ധനത്തിനെതിരെ വാതുറന്ന് മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ ദ റിയൽ സുവിശേഷം, മറ്റൊരു സുവിശേഷം അവരുടെ ഹൃദയത്തിലിരിക്കുന്നത്, അതിന് വിപരീതമായ യഥാർത്ഥ സുവിശേഷം പറയണമെങ്കിൽ we need the power of God. ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ പറയാനാ. Praise the Lord. മൂന്നാമത്തെ കാര്യം, why do I need this power? അയ്യോ, ഇത്രയും മാനസാന്തരപ്പെടാൻ, പാപമോചനവും മാനസാന്തരം പ്രസംഗിക്കാൻ പവർ വേണോ? മൂന്നാമത്തെ കാര്യം, ആ വാക്യം നിങ്ങൾ നോക്കി, 47-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം. യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കാൻ വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ക്യാമ്പയിനിങ് തുടങ്ങേണ്ടത് എവിടാ? യെരുശലേമിൽ തുടങ്ങണം. യെരുശലേം എന്താ? യെരുശലേമിലാണ് യേശുവിനെ ക്രൂശിച്ചത്. യെരുശലേം യേശുവിനെ റിജക്റ്റ് ചെയ്തു. യെരുശലേമിൽ ഈ ശിഷ്യന്മാർ ഭയന്നിരിക്കുക. ആ സ്ഥലത്ത് യേശു, നസ്രയനായ യേശുവിലൂടെയാണ് ആത്മരക്ഷയെന്ന് വിളംബരം ചെയ്യണമെങ്കിൽ യു നീഡ് ദ പവർ ഓഫ് ഗോഡ് വർക്കിംഗ് ഇൻ യുവർ ലൈഫ്. മടങ്ങി വാ ദൈവസഭ, വ്യക്തികൾ മടങ്ങി വാ. അല്ലാതെ കുറച്ച് പാട്ട് പാടിയത് മാത്രമല്ല. ഇറ്റ് ഈസ് ടു സ്പീക്ക്, ടു ടെൽ ദ ഗോസ്പൽ. അതിനാണ് ദൈവശക്തി. പ്രൈസ് ദി ലോർഡ്. യെരുശലേമിൽ തുടങ്ങണം. യെരുശലേമിലല്ലേ ദൈവത്തെ ആരാധിക്കുന്ന ദേവാലയം നിൽക്കുന്നത്? അതെ. പക്ഷെ ആ ദേവാലയത്തിലെ ആരാധന ഈ പറയുന്ന സമയത്ത് ജീർണിച്ചു പോയി, അധപ്പതിച്ചു പോയി. അവിടെ വിശ്വാസ ത്യാഗം സംഭവിച്ചു. അവിടുത്തെ ആരാധനയും സെറ്റപ്പും സകലതും അവരുടെ പാരമ്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിരിക്കുമ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത സാമാന്യ മുക്കവന്മാർ വിളംബരം ചെയ്യുകയാണ്, ജീസസ് ഓഫ് നാസറത്ത് has risen from the dead. That's the power of God. That is the power of God. പത്രോസിനെയൊക്കെ ചെന്ന് പൊതിരത്തല്ലിയപ്പം തെറിച്ചു പോയൊന്നുമില്ല. യേശുവിൻ്റെ കൈകാലുകളിൽ ആണി അടിക്കുമ്പോൾ അങ്ങ് കുഴഞ്ഞുപോയി ഇല്ല. ഇറ്റ് ഈസ് ടു ടെൽ ദ ഗോസ്പൽ. യെരുശലേമിൽ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഈ യെരുശലേമിലാണ് പ്രവാചകന്മാരെയും ക്രിസ്തുവിനെയും തൻ്റെ ജനത്തെയും എല്ലാം ഏറ്റവും മൃഗീയമായി ഉപദ്രവിച്ചതും കൊന്നതും. അവിടെയാണ് പ്രസംഗിക്കേണ്ടത്. We need the power of God. എന്തിനായി ശക്തി? മാനസാന്തരം, പാപമോചനം പറയാൻ ഇത്രയും ശക്തി വേണോ ശോഭ? നാലാമത്തെ കാര്യം, പാരമ്പര്യ യഹൂദൻ്റെ ഉള്ളിൽ നൂറ്റാണ്ടുകളായിരിക്കുന്ന തെറ്റായ വേദശാസ്ത്രത്തെ
കോൺഫ്രണ്ട് ചെയ്യാൻ യു നീഡ് ദ പവർ ഓഫ് ഗോഡ്. അവരുടെ ഉള്ളിലിരിക്കുന്ന വേദശാസ്ത്രം അനുസരിച്ച് നസ്രേന യേശു ഡിസ്ക്വാളിഫൈഡ്. നോ, ഇതല്ല മശിയ. മശിയ ആണെങ്കിൽ അന്ന് യഹൂദനെ ഭരിക്കുന്ന ജാതീക റോമൻ സാമ്രാജ്യത്തെ അട്ടിമറിക്കും. ഒരു കോൺകറിങ് കിങ് ആയിരിക്കും. അവരുടെ സങ്കല്പങ്ങൾക്ക് വളരെ വിപരീതമായാണ് യേശു യാഗമായി തീരുകയാണ്. യേശുവിനെ തുപ്പുന്നു, അടിക്കുന്നു, നഗ്നനായി ക്രൂശിക്കപ്പെടുന്നു. അവരുടെ സങ്കല്പത്തിൽ ഇങ്ങനെയൊരു മശിയ അവർ ചിന്തിച്ചിട്ടില്ല. എല്ലാ നേതാക്കന്മാരും കർത്താവിനെ തിരസ്കരിച്ചു. കർത്താവ് മരിച്ചു. അവരുടെ ദൃഷ്ടിയിൽ he is disqualified. He doesn't even have an army. അയ്യോ, ആരെങ്കിലും ഉണ്ടോ? ദൈവരാജ്യം ദൈവരാജ്യം എന്നൊക്കെ പറയുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ പട്ടാളക്കാരൊക്കെ ആരുമില്ലേ? അവരുടെ ദൃഷ്ടിയിൽ ദിസ് ഇസ് നോട്ട് ദ മെസ്സയ. സഫർ ചെയ്യുന്ന, മരിക്കുന്ന, ഉയർത്തെഴുന്നേൽക്കുന്ന അവർ ഈ ഭാഗം തിരുവെഴുത്തിൽ നിന്ന് ടോട്ടലി മിസ് ചെയ്തു. ഈ സാഹചര്യത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം, അപ്പോസ്തല പ്രവൃത്തികൾ, കൊരിന്ത് ലേഖനം എന്നെടുക്കാൻ പുതിയ നിയമമില്ല. യഹൂദൻ അറിയാമെന്ന പഴയ നിയമത്തിൽ തെളിയിക്കണം. നിങ്ങൾ ക്രൂശിച്ച നസ്രയനായ യേശു തന്നെ ആണ് മശിയ. and you need the power of God. Hallelujah. മനസ്സിലാകുന്നുണ്ടോ? ഓ, അവര് എത്തിസ്റ്റുകളാ. ഒരുത്തനുണ്ടല്ലോ, എന്താ, ദൈവത്തെ പരിഹസിക്കുക, യേശുവിനെയൊക്കെ കളിയാക്കുക. ഓ, നമുക്ക് അവിടെ നോ. ആത്മാവ് നിയോഗിക്കുമ്പോൾ യു ഗോ there and speak about Christ. ആത്മനിയോഗിതനാകണം. ഫ്യൂണറിന് പോയാൽ, കല്യാണത്തിന് പോയാൽ എല്ലാം പമ്മി എല്ലാവരും സുഖം, നമ്മളെല്ലാവരും സന്തോഷിപ്പിക്കണം. അച്ചായൻ ഉടലോടെ പോയി കാണും. എനിക്കറിയത്തില്ല. എൻ്റെ ഒരു അനുഭവം പറയാം. പല അനുഭവമുണ്ട്. ഒരനുഭവം പറയാം. ഒരു സ്ഥലത്ത്, എവിടെ? ഒരു സ്ഥലത്ത് വീണ്ടും ജനനത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു പുരോഹിതൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളെ ആന്നോ സൂചേഴം പഠിപ്പിക്കുന്നതെന്ന്. എൻ്റെ വായിൽ അന്നേരം വന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പുതുതായിട്ട് ജനിച്ചില്ലെങ്കിൽ നിങ്ങളും പോക്കാന്ന് പറഞ്ഞു. സ്തോത്രം. This happened. ഈ അടുത്തിടെ നടന്നത്. നമ്മുടെ അകത്തുനിന്ന് പീറ്ററിൻ്റെ അകത്ത് ആക്ച്വലി പേടിത്തൊണ്ടനല്ലേ? റിയലി പീറ്റർ ഒരു പേടിത്തൊണ്ടനാണ്. 3 വട്ടം കർത്താവിനെ അറിയത്തില്ലെന്ന് കർത്താവിനെ പരസ്യമായിട്ട് തള്ളിപ്പറഞ്ഞ് തന്നെത്താൻ പ്രാഗിയ മനുഷ്യൻ പെന്തക്കോസ്ത് ദിവസം എഴുന്നേറ്റ് പുള്ളി വേറെ ഏതാണ്ട് തിയോളജിക്കൽ സെമിനാരിൽ പോയോ? എന്താണ് വിഷയം? പിതാവ് വാഗ്ദത്തം ചെയ്തതിൻ്റെ മേൽ വന്നു. ഇൻ ദ സ്കൂൾ, ഇൻ ദ കോളേജ്, അവരെല്ലാം കൂടെ വട്ടമിട്ട് എന്നെ കളിയാക്കുക. അവിടെ ദൈവവൈതലായി നിൽക്കുക. നമ്മുടെ പ്രിയ സഹോദരൻ സജി മാമൻ സാറിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പരസ്യമായിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തെ കോളേജിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. He stood for the Lord. സ്തോത്രം. അത് നമ്മുടെ നാച്ചുറൽ പവറിൽ നടക്കത്തില്ല. നമ്മൾ ഈ മനുഷ്യ വാക്കുണ്ട്, തൻ്റെ ഇടം കൊണ്ട് ബ്രദറെ, ആ തൻ്റെ ഇടം കൊണ്ടൊന്നും നടക്കത്തില്ല. ഞാൻ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് റൈറ്റ് ഓർ നോട്ട്. ഒരു ഉപദേശി ഇന്ന് പരസ്യോഗത്തിന് ഇങ്ങനെ പതിയെ പ്രസംഗിക്കുക. അപ്പോൾ ഇച്ചിരി ആളുകളൊക്കെ ഒന്ന് വയലൻ്റ് ആയതുകൊണ്ട് പുള്ളി ഒരു ഇച്ചിരി ന്യൂട്രൽ. ഒരുത്തൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഒരു ഒറ്റ അടി കൊടുത്തു, ചെവിക്കല് നോക്കി. ഉപദേശി അങ്ങ് ബലപ്പെട്ടു. ശക്തമായ ഊചഴം.
ഇതടിച്ചാലോ തൊഴിച്ചാലോ ഒതുങ്ങുന്ന മാർഗമല്ല. അവൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് അഭിഷക്തനെ തൊടാനൊക്കത്തില്ല. അവൻ ചെള്ളയ്ക്ക് ഒന്ന് അടിച്ചാൽ അവൻ്റെ 5 വിരലും വീഴുന്നതായിട്ട് കാണും. ഇതങ്ങനല്ല. ഇങ്ങനെയുള്ള ഫാൻറ്റസി ലോകത്തിലാണ് പലരും. കം ടു ദ റിയാലിറ്റി ബ്രദർ. അപ്പോസ്തലന്മാരെ അടിച്ചവരും ഇടിച്ചവരും അല്ലേ എന്ന് അവരുടെ കൈവിരലെല്ലാം പോവായിരുന്നു. അടിയുടെ നടുവിൽ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ വാക്കുണ്ട്, പ്രാഗൽഭ്യത്തോടെ. ആ വാക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ബോൾഡ്. വെദർ ഇറ്റ് ഈസ് ദ ജ്യൂസ്, വെദർ ഇറ്റ് ഈസ് ദ ജെൻറ്റൈൽസ്. അവരുടെ തിയോളജി മറ്റൊന്നാണ്. അവർ വിശ്വസിക്കുന്നില്ല. വി റിജക്ട് ജീസസ് ഓഫ് നാസറത്ത്. ആയിക്കോട്ടെ, ഐ പ്രസന്റ് ജീസസ് ഓഫ് നാസറത്ത്. ഓ, പവർ. We need the power of God. We need the power of God. അഞ്ചാമത്തെ കാര്യം, why we need. പൊളിറ്റിക്കൽ ശക്തികളും മതത്തിൻ്റെ ശക്തികളും ആക്രോശിച്ച് നമ്മയും ദൈവസഭയെ ഒതുക്കാൻ കടന്നു വരുമ്പോൾ, ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ ഒതുങ്ങിയില്ല. അവർ മുന്നോട്ട് പോയി. ശരിയാണ്, യെരുശലേമിൽ ആളുകൾ ചിതറി. പക്ഷെ ചിതറിപ്പോയവർ വചനം പറഞ്ഞ് churches were planted. ജീസസിനെ ഉപദ്രവിച്ചു, കളിയാക്കി. പക്ഷെ ജീസസ് പോയിടത്തെല്ലാം he preached the kingdom of God. Hallelujah. Hallelujah. നമുക്ക് കാത്തിരിക്കണം. ആത്മാവ് നമ്മുടെ മേൽ വീഴും. അത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. മൂന്നാമത്തെ കാര്യം, മെയിൻ പോയിന്റിൽ മൂന്നാമത്തെ, എന്താണ് ഇതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ? നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഈ നഗരം യെരുശലേം കർത്താവിനെ റിജക്റ്റ് ചെയ്ത അവിടെ തന്നെ പാർക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ശക്തി ധരിക്കുവോളം, ആത്മാവിനെ പ്രാപിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. ഇനിയും ആ ഒരു വാക്യം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നു, അയ്യോ ഞാൻ ഇങ്ങനെ പോയാൽ ഒക്കത്തില്ലല്ലോ? ഒരു കാര്യം ഞാൻ പറയാം, നമുക്കെല്ലാവർക്കും ദൈവം ഒരു ആയുസ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പെട്ടിക്കകത്ത് കയറും. പിന്നെ ചിലരൊക്കെ പറയുന്ന അഭിഷക്തന്മാർ മരിക്കത്തില്ലെന്ന്. ആ വാക്യം ഞാൻ ഇതുവരെ കണ്ടില്ല. ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതൊക്കെ കണ്ടു. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാനാ? അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും കൂടും. കാരണം അത് ഇവിടെ മരിക്കത്തില്ലടാ. നമുക്ക് ഒരു ടൈം തന്നിട്ടുണ്ട്. മരിക്കാനുള്ള കാരണം നമ്മൾ പഠിക്കുന്ന റോമർ 5:12 മുതലുണ്ട്. പാപം നിമിത്തമാണ് മരണം. എവ്രി വൺ വിൽ ഡൈ. ഈ അലോട്ടഡ് ടൈമിനകത്ത് ഫിനിഷ് ദ വർക്ക്. വെൻ യു കോൺഫ്രണ്ട് ദി എനിമി, ഓവർകം. സഭകളിൽ കയറി ചെല്ലുമ്പോൾ സ്പീക്ക് ദ ട്രൂത്ത്. രോഗികൾ അടുത്ത് വരുമ്പോൾ പ്ലേസ് യുവർ ഹാൻഡ്. സൗഖ്യമാക്കുന്നത് കർത്താവാണ്. ഒരിക്കൽ എന്നോട് ഒരാൾ ചോദിച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങുക, പാസ്റ്റർക്ക് പ്രേരണയുണ്ടോ പ്രാർത്ഥിക്കാൻ? ഞാൻ പറഞ്ഞു, രോഗികൾ മുന്നേ വന്ന പ്രേരണയാണ്. ഐ പ്രേ ഫോർ ദ സിക്ക്. ദൈവമാണ് ഹീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ദൂതായിരിക്കാൻ വരുന്ന, സ്പീക്ക് ഇറ്റ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ആ കൃപയൊന്ന് വ്യാപരിച്ച്, കർത്താവേ, don't let me end my days as a defeated person. I want to stand for the gospel of Jesus Christ. വായിക്കാം. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. അത് പരിശുദ്ധാത്മാവിനെ ഞാൻ, കർത്താവ്, നിങ്ങളുടെ മേൽ അയക്കും. എന്നിട്ട് ഓക്കെ, ബൈ ദ വേ, അതൊക്കെ ഒത്തിരി പഠിക്കേണ്ടതാണ്. ഫാദർ വിൽ സെൻഡ് എന്നുണ്ട്, ജീസസ് വിൽ സെൻഡ് എന്നുണ്ട്. അതൊന്നും ഒരു കൺഫ്യൂഷൻ വേണ്ട. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദർ ഈസ് നോ കൺഫ്യൂഷൻ ഇൻ ദ ട്രിനിറ്റി. ഓക്കെ. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. വാക്കൊക്കെ എന്താ? യു വിൽ ബി ക്ലോത്ത് വിത്ത് പവർ. നമ്മളെല്ലാം ധരിച്ചല്ലേ വന്നിരിക്കുന്ന വസ്ത്രം. ഇത് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. എടി മക്കളെ, വേണ്ട ഇത്. നിങ്ങൾ ഒന്നും ചെയ്യണം, ജസ്റ്റ് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, എനിക്ക് വേണം.
ഐ വോണ്ട് ടു മിനിസ്റ്റർ. എനിക്ക് കർത്താവിന് വേണ്ടി നിൽക്കണം. എന്നിട്ട് ദൈവവചനം വായിക്കുക, വിശ്വസ്തരായി നിൽക്കുക. ഇതൊരനുഭവമാണ്. ആത്മാവിൻ്റെ മേൽ വന്നെന്നാ തോന്നുന്നത്. ആയിട്ട് ഉടുപ്പിട്ടിട്ടുണ്ടെന്ന് തോന്നലാന്നോ ഉണ്ടോ? അതുണ്ട് പിന്നെ അതുണ്ട്. അപ്പോൾ പിന്നെ ശക്തി ധരിച്ചാൽ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അറിയും. കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ആ സ്ഥാനങ്ങൾ എഴുന്നേറ്റ് വേഗത്തിൽ നിൽക്കാം. ഹല്ലേലൂയ. അല്പസമയം ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഒന്ന് ദൈവത്തെ ആരാധിക്കാം. നിങ്ങൾ ആരെയും നോക്കണ്ട. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. കർത്താവ് ഈ വചനം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഇതൊക്കെ പറഞ്ഞു. പക്ഷെ ദിസ് ഈസ് യുവർ വേർഡ് ആൻഡ് ഇറ്റ് ഈസ് ദ ഫാദേഴ്സ് പ്രോമിസ്. ഇതൊരു പ്രോമിസാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ നമുക്കുള്ള പ്രോമിസാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മളെ എല്ലാം ദൈവം വിളിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക്. അതിനകത്ത് ആർക്കും തർക്കം വേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? യു ഹാവ് എ മിനിസ്ട്രി. അല്ലാതെ അല്ല. എല്ലാവർക്കും, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, നിങ്ങൾ പറയാം, നിങ്ങളുടെ മിഷൻ ഫീൽഡ് സ്കൂളാണ്, കോളേജാണ്. സഹോദരന്മാരോട് പറയും, നമ്മുടെ സമൂഹം, ദൈവം നിങ്ങളെ ഓരോ ദിവസവും എത്തിക്കുക. നിങ്ങളുടെ കാറെ കയറുന്ന ഒരാളാണ്. ഇവിടെ ഞാൻ ഒരിക്കലൊരു പുരോഹിതൻ എൻ്റെ കൂടെ കയറി. ഞാൻ സൂചിയോടം പറഞ്ഞു, എന്നിട്ട് കോഴഞ്ചേരി കൊണ്ടിറങ്ങി. അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി. ഐ ടോൾഡ് ഹിം ദ ഗോസ്പൽ. കാരണം അതിനകത്തൊന്നും ചാടാനൊക്കത്തില്ല. വണ്ടി ഞാൻ ഓടിക്കുക. ടോൾഡ് ഹിം ദ ഗോസ്പൽ. എല്ലാവരോടും പ്രീച്ച് ദ ഗോസ്പൽ. നിങ്ങളുടെ മക്കൾ കല്യാണം കഴിക്കുമ്പോൾ യു പ്രീച്ച് ദ ഗോസ്പൽ. എന്നെ അങ്ങനെ ക്ഷണിച്ചിട്ടുണ്ട് പ്രിയരെ. പ്ലീസ് പ്രീച്ച് ദ ഗോസ്പൽ. അവരുടെയൊക്കെ കാഴ്ചപ്പാടിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലൊരു പാസ്റ്ററുടെ അമ്മ മരിച്ചു. നിങ്ങൾ വിശ്വസിക്കത്തില്ല മനുഷ്യൻ ചെയ്തത്. എന്നെ വിളിച്ചു പറയുകയാണ്, 2 പ്രസംഗികളെയാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ഒരു ദൈവദാസനെ വിളിച്ചിരിക്കുന്ന കർത്താവിൻ്റെ 2ാം വരവ് പ്രസംഗിക്കാൻ. എന്നെ വിളിച്ചിരിക്കുന്നു സൂചിയേട്ടൻ പ്രസംഗിക്കാൻ. ഞാനിവിടെ ചെന്നപ്പോൾ ബോഡി നടുക്കുണ്ട്. ആദ്യത്തെ പ്രഭാഷകൻ എനിക്കൊന്ന് കഴിഞ്ഞു, അതോ എനിക്ക് ശേഷമാണ് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ക്വാളിറ്റി ടൈം തന്നു സുവിശേഷം പ്രസംഗിക്കുക. എല്ലാ വേദികളും. ചില ആളുകൾക്ക് എന്തെല്ലാം ആ വിഷയം എന്നറിയാം. അയ്യോ, അപ്പം നിങ്ങൾക്ക് ശിശു പ്രതിഷ്ഠയുണ്ടോ? ഞങ്ങൾക്കുണ്ട്. ആദ്യം ഇഷ്ടപ്പെടാത്ത പുള്ളികൾ. ബർത്ത്ഡേ ഉണ്ടോ? ഉണ്ട്. ആനിവേഴ്സറി ഉണ്ടോ? ഉണ്ട്. അത് കേക്കല്ല ഞങ്ങൾക്ക് വിഷയം. ഞങ്ങൾ ആളുകളെ കൂട്ടി യേശുവിനെ കൊടുക്കുക. വി പ്രസന്റ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ അതിന് വാക്യം വല്ലതും ഉണ്ടോ? അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, അത് വേണ്ടെന്ന് വാക്യമുണ്ടോ? അല്ല, അതില്ല. എന്നാൽ പിന്നെ എന്നാ? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കയറി കോർത്തിരിക്കരുത്. നമുക്ക് വലിയ കാര്യം ചെയ്യാനുണ്ട്. കർത്താവിനോട് പറയാം, കർത്താവേ, ഐ ആം കമ്മിങ് ടു യു. എനിക്കൊന്നും പറയാനില്ല. അവിടുന്ന് എന്നെ രക്ഷപ്പെടുത്തി. ഈ ആത്മാവിനെ എൻ്റെ മേൽ പകരണം. എനിക്ക് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം. ഒരു കാര്യം ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയാം, ആത്മാവ് വന്നാൽ നിങ്ങൾ ബേസിക്കലി ഒരു പേടിത്തൊണ്ടനായിരിക്കാം. ആരാണേലും ഏത് സദസ്സിലും ആത്മാവുണ്ടെങ്കിൽ ധൈര്യത്തോടെ നിൽക്കും. There is no compromise with the gospel. അടിസ്ഥാന വേദോപദേശങ്ങൾക്ക് യാതൊരു കോംപ്രമൈസുമില്ല. സുവിശേഷ സത്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഒരു കോംപ്രമൈസുമില്ല. നമ്മുടെ പ്രിയ സഹോദരൻ ബിനു കുറച്ച് നാൾക്ക് ശേഷം ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ആ ഹോട്ടൽ മുഴുവൻ സൂചിയേഴം പറയണം. അതിന് ഈ ഭാഷ എനിക്ക് അങ്ങോട്ട് പറയാൻ അറിയില്ല. എന്നെ വിളി, ആൽക്കാം. പ്രൈസ് ദി ലോർഡ്. നാട്ടുകാരെ എല്ലാം വിളി. അവരോട് പറ, ഞങ്ങളുടെ ഉപദേശിച്ചു തരും. പുള്ളിക്ക് എപ്പോഴും പറയണം, ഐ വിൽ പ്രീച്ച് ദ ഗോസ്പൽ. നിങ്ങളുടെ മേൽ ആത്മാവ് വരുമ്പോൾ നിങ്ങൾ പ്രീച്ച് ചെയ്യണം. നമ്മുടെ ഈ വാക്കുകളോ റെഫറൻസ് ചെയ്യാൻ പെട്ടെന്ന് എടുത്തോണ്ടൊന്നും അല്ല. ആ സന്ദേശത്തിനകത്ത് ദൈവകൃപ വ്യാപരിക്കും. ആളുകൾ രക്ഷിക്കപ്പെടും. ഞാൻ നിങ്ങളോട് ദൈവസ്നേഹത്തിൽ ഒരു എളിയ ദാസൻ എന്ന നിലയിൽ പറയാം. സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം ഞാൻ ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ ആളുകൾ കൈവെക്കും. ടു ബി സേവ്ഡ്. ഈവൻ among Pentecostals, they raise their hand, we want to be saved. നമ്മളിത് പറയണം. നമ്മൾ എല്ലാവരോടും പറയണം. കണ്ണിൽ കാണുന്ന മുഴുവൻ ആളുകളോടും പറയണം. സുവിശേഷം പറയാനുള്ളതാ. നാം രക്ഷിക്കപ്പെട്ടെങ്കിൽ പറയണം. കണ്ണുകളടയ്ക്കാം.